കിഫ്ബിയെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പ്രസൻറ്റേഷനും ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കിഫ്ബി എന്ന് പറഞ്ഞാൽ അറിയാത്തവരിന്നിപ്പോൾ നമ്മുടെ നാട്ടിലില്ല. കിഫ്ബിയുടെ ആശയം വളരെ വലുതൊന്നുമല്ല. നമ്മളൊക്കെ സ്വന്തം വീടുകളിൽ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒരു വീട് വെക്കണമെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ജോലി കിട്ടിയാൽ 20 വർഷം കൊണ്ട് ലോൺ അടച്ച് തീർത്താൽ ഒരു വീട് വെക്കാം. ആദ്യം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, 25-50 ലക്ഷം രൂപയുടെ ഒരു വീട് വെക്കുന്നു. നമ്മുടെ വരുമാനം അനുസരിച്ച് ലോൺ എടുക്കാം. അത് 20 വർഷം കൊണ്ട് അടച്ചു തീർക്കുന്നു. അപ്പോൾ വീട് ആദ്യം തന്നെ കിട്ടും. സാധാരണ ഓരോ വർഷം കൊണ്ട് പണം മുടക്കി വന്നാൽ 25 വർഷം ആകുമ്പോൾ വീട് ഭാഗികമായേ തീരൂ. അപ്പോഴത്തെ വിലക്കയറ്റമൊക്കെ വരും. നമുക്ക് ഉപയോഗിക്കേണ്ടാക്കി കയറി കിടക്കേണ്ട സമയമാകുമ്പോഴേക്കും വീട് പണി തീരും. പക്ഷേ അദ്ദേഹത്തിനപ്പോൾ ഈ ലോകത്തുനിന്ന് പോകേണ്ടി വരുന്ന പ്രായമാകുമ്പോഴേ വീട് പൂർത്തീകരിക്കും. അതേസമയം നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ വീട് വെക്കുന്നതോ കാറ് മേടിക്കുന്നതോ ഒക്കെ നമുക്ക് കിട്ടുന്ന വരുമാനം ദീർഘകാലാടിസ്ഥാനം കൊണ്ട് തിരിച്ചടയ്ക്കാം എന്ന വിശ്വാസത്തിലാണ്. അതേ കാര്യമാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു കാര്യമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഫണ്ടും മറ്റും വരുന്നത്. ഈ കാര്യം ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് പറ്റും. ഓരോ വർഷവും കൃത്യമായി തിരിച്ചടയ്ക്കുന്ന പണവുമൊക്കെ അതിൻ്റെ ഫണ്ടൊക്കെ നോക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാനിനൊരു പ്രശ്നമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയിൽ പ്ലാൻ ഓരോ വർഷവും വെക്കാവുന്ന പണം മാത്രമേ വെക്കാൻ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ വർഷത്തെ വരുമാനം വെച്ച് വെക്കാൻ പറ്റും. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് സ്കൂളുകൾ തീർക്കുക, പാലം പണിയുക, റോഡ് പണിയുക, ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ആത്മവിശ്വാസത്തോടെ എല്ലാവർക്കും പറയാൻ കഴിയുന്നുണ്ട്, അങ്ങ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നാഷണൽ ഹൈവേ ഈ വർഷം പൂർത്തീകരിക്കും. നമുക്ക് 8 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് വരാൻ പറ്റും എന്ന് ആത്മവിശ്വാസത്തോടെ എല്ലാവർക്കും പറയാവുന്ന തരത്തിലേക്ക് മാറ്റി തീർത്തത് ഈ തരം പ്ലാൻ കൊണ്ടാണ്. നമ്മുടെ സ്കൂളുകളും കോളേജുകളും നമ്മുടെ വളരെ വലിയ പദ്ധതികളും അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഇതെല്ലാം നടന്നത് ഈ പദ്ധതി കൊണ്ടാണ്. ഗവൺമെൻറ് 99 ഇത് രൂപീകരിച്ചു. 99 VK നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അന്ന് ഇത് തുടങ്ങിയതെന്ന് പറഞ്ഞു. പക്ഷേ ഫലത്തിൽ ഇത് വളരെ പ്രവർത്തനക്ഷമമാക്കിയത് 2016 2016 മുതൽ 2021 വരെയുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏകദേശം 60,000 കോടി രൂപയുടെ പദ്ധതികൾ, അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഒരു 35,000 കോടി രൂപയോളം പദ്ധതികൾ, 95,000-നടുത്ത് കോടി രൂപയുടെ പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും അതിനകത്ത് ഏറ്റവും കൂടുതൽ പൂർത്തീകരിച്ചത് ഈ ഘട്ടത്തിലാണ്. രണ്ടാം ഗവൺമെൻറ്, ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, രണ്ടാം പിണറായി സർക്കാർ വന്നതുകൊണ്ടാണ് കിഫ്ബിയിൽ ഇത്രയും വർക്കുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തുടർച്ചയാണ്, തുടർന്നതുകൊണ്ടാണ്. എല്ലാ ദിവസവും ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂത്തുപറമ്പിലെ വലിയ ഹോസ്പിറ്റൽ ഉദ്ഘാടനം, പല പരിപാടിയുടെ കൂടെ വരണം അതാണ്. അപ്പോൾ എന്നോട് അവിടെ പോയ ആളുകൾ പറഞ്ഞത്, കിംസ് പോലെയോ മറ്റേ വലിയ നമ്മുടെ സംസ്ഥാനത്തെ വലിയ ഹോസ്പിറ്റൽ പോലുള്ള സൗകര്യമാണ് ആ ഹോസ്പിറ്റൽ. എറണാകുളത്തെ വലിയ ഹോസ്പിറ്റലൊക്കെ പോലെ അത്രയും വലിയ ഹോസ്പിറ്റൽ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരിൽ 350 ഏക്കറിലാണ്, 353 കോടി മുടക്കിയാണ്. അത് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ, പുറത്തുനിന്ന് വരുന്ന ആൾക്ക് പറ്റുന്ന ഒരു കേന്ദ്രമായി മാറും. ഇങ്ങനെയുള്ള വലിയ പദ്ധതികൾ പലതും ചെയ്യാൻ നമുക്ക് പറ്റുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ അത് കിഫ്ബിയുടെ മാതൃകയാണ്. അത് ചെയ്തു വന്നപ്പോൾ ഇതിന് വലിയ തടസ്സങ്ങളുണ്ടായി. ഇവിടെ പറഞ്ഞു, കിഫ്ബി എടുക്കുന്ന ലോൺ സംസ്ഥാനത്തിൻ്റെ പൊതുക്കടത്തിൽപ്പെടുത്തി. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ സംസ്ഥാന സർക്കാരിന് വന്നിട്ടുണ്ട്. ഈ ഓരോ വർഷവും 4,730 കോടി രൂപയാണ് നേരത്തെ എടുത്തതിൻ്റെ പേരിൽ പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെയും പേര് വെട്ടിക്കുറയ്ക്കുന്നത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ടാം പിണറായി സർക്കാർ എടുത്ത ഒരു സ്റ്റാൻഡുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരു പ്രവർത്തനവും തടസ്സപ്പെടാൻ പോകുന്നില്ല, എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി ഭാവി എന്തായിരിക്കണമെന്നുള്ളത് ഇവിടെ CEO കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. അടിസ്ഥാന സൗകര്യ കാര്യങ്ങളിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് പൂർത്തീകരിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത ഇനി കൂടുതൽ തൊഴിൽ കിട്ടാൻ പറ്റുന്ന നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും കൂടുതൽ ഡെവലപ്മെൻറ്റ് വരാൻ പറ്റും. എല്ലാ പ്രദേശങ്ങളിലും, ചെറിയ സ്ഥലങ്ങളിലും ഇപ്പോൾ പുതിയ തരത്തിലുള്ള സ്ഥാപനങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ വരാം. വിദ്യാഭ്യാസവും ആരോഗ്യവും കേന്ദ്രീകൃതമായ, ടൂറിസം കേന്ദ്രീകൃതമായ, ഗവേഷണ കേന്ദ്രീകൃതമായ ധാരാളം പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റും. അത് കൃത്യമായി റവന്യൂ ജനറേറ്റിംഗ് ആയ ധാരാളം മോഡലുകൾ കിഫ്ബി മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിൽ റവന്യൂ വരാം. ഒന്ന്, പൊതുവിൽ എല്ലാവർക്കും സൗകര്യം കിട്ടിയതോടുകൂടി സാമ്പത്തിക വളർച്ച വലിയ തോതിൽ വരും. രണ്ട്,
വളരെ ചെലവ് കുറഞ്ഞ തരത്തിലേക്ക് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗവേഷണ സ്ഥാപനങ്ങളും വളരെ മെച്ചപ്പെട്ട സ്ഥാപനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിന് പറ്റുന്നതിനുള്ള പ്രയോറിറ്റി ഇപ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും. പണം ചെലവാക്കുന്ന കാര്യത്തിൽ ആകെ കിഫ്ബി ഇപ്പോൾ ചെലവാക്കിയിട്ടുള്ള പണത്തിൻ്റെ 1/4 ഒന്നാം പിണറായി സർക്കാരും 3/4 രണ്ടാം പിണറായി സർക്കാരുമാണ് ചെലവാക്കിയത് എന്നുള്ളതുകൊണ്ട് വീണ്ടും ഒരു സർക്കാരിന് തുടർച്ചയുണ്ടാവുമെങ്കിൽ ഇതിനേക്കാളും എത്രയോ കൂടുതൽ ചെലവാക്കാൻ കഴിയും, ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന സാധ്യത കൂടി ഞാൻ പറയുകയാണ്. അത് സാധ്യതയാണ്, വേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. വഴിയിലിട്ടിട്ട് പോകാനല്ല വികസനം. അപ്പോൾ കേരളത്തിൻ്റെ ഭാവിയിൽ നമ്മുടെ നാട്ടിൻപുറത്തെ ഓരോ പ്രദേശത്തും വികസനത്തിന് വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർക്ക്, പുതിയ തലമുറയ്ക്ക് ഉപയുക്തമാകുന്ന ധാരാളം പരിപാടികൾ നടത്താൻ നമുക്ക് കഴിയുന്ന തരത്തിലേക്ക് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.